Hello guys, phone money YouTube channel in the nothing phone 2 versus the Iqoo Neo 7 Pro comparison. So first of all, it's interesting cameras in the start. So main camera is main camera. That's Sony IMX890. Then ഒരു 50 സാംസങ്ങിന്റെ JN1 സെൻസറോടെ നമ്മൾ നത്തിങ് ഫോൺ 2 വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ Iqoo Neo 7 Proക്ക് വരുന്നത് ഒരു 8 MB അൾട്രാ വൈഡും ഒരു 2 MB മാക്രോ ആണ്. ഇതിന് ഡെഡിക്കേറ്റഡ് മാക്രോ മോഡ് ഇല്ലെങ്കിലും നമ്മുടെ UI വെച്ചിട്ട് ഒരു അടിപൊളി മാക്രോ മോഡ് ഇതിന് വരുന്നുണ്ട്. And next, front is 32 MB selfie camera versus 16 MB selfie camera. So specs wise, promising at nothing phone 2 ആണ്. Anyways, നമുക്ക് direct ആയിട്ട് നമ്മുടെ camera comparison start ചെയ്യാം. First of all, നമുക്ക് camera UI നോക്കുകയാണെങ്കിൽ night mode, Iqoo Neo 7 night mode, പിന്നെ portrait extra കുറച്ച് സ്റ്റൈൽസിനുള്ള കുറച്ച് അടിപൊളി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ കുറച്ച് ലിമിറ്റഡ് ആണ്, കാരണം നമുക്ക് ഇവിടെ ബൊക്കെ എഫക്റ്റും പിന്നെ ലൈറ്റ് ആയിട്ട് കുറച്ച് റീടച്ചിന്റെ ഓപ്ഷൻസേ ഉള്ളൂ ഇതിനകത്ത് പോർട്രേറ്റിൽ. പിന്നെ ഫിൽറ്റേഴ്സിന്റെ ഓപ്ഷൻസ്, പക്ഷെ ഇതിനകത്ത് നമുക്ക് ഫിൽറ്റേഴ്സിന്റെ ഓപ്ഷൻസ് ഉണ്ട്, റീടച്ചിന്റെ ഓപ്ഷൻസ് ഉണ്ട്, ഫേസിന്റെ ഓപ്ഷൻസ് ഉണ്ട്, അങ്ങനെ കുറച്ചും കൂടെ കസ്റ്റമൈസേഷൻ ഉണ്ട് നമ്മുടെ Iqoo Neo 7 Proയിൽ. നെക്സ്റ്റ് ഉള്ള വീഡിയോ നോക്കുകയാണെങ്കിൽ രണ്ടും 4K 60 FPS പറ്റും. മറ്റേ സ്റ്റെബിലൈസേഷൻ കാര്യം നോക്കുകയാണെങ്കിൽ അൾട്രാ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ആക്ഷൻ മോഡ് എന്നൊരു മോഡാണ്. ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ 180p at 60 FPS നമുക്ക് ഇതിനകത്ത് സ്റ്റെബിലൈസേഷൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനകത്ത് സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ നമുക്ക് 4K at 60 FPS കിട്ടും നമ്മുടെ Iqoo Neo 7 Proയ്ക്കകത്ത്. പിന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് ഇവിടെ മാക്രോ മോഡ് കിട്ടുന്നുണ്ട് നമ്മുടെ നത്തിങ് ഫോൺ 2 ആൻഡ് ഇവിടെ എന്ന് വെച്ചാൽ ഫോട്ടോയ്ക്കകത്ത് ഇവിടെയാണ് നമ്മുടെ മാക്രോ മോഡ് ഇടുന്നത്. നെക്സ്റ്റ് മോഡ് നോക്കി കഴിഞ്ഞാൽ 50 MB ഹൈ റെസൊല്യൂഷൻ മോഡ് കിട്ടുന്നുണ്ട്. ആൻഡ് മീൻ വൈൽ നമുക്ക് നമ്മുടെ ഫോട്ടോ മോഡിനകത്ത് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്വാളിറ്റി മാറ്റി 50ഉം 12 ആക്കാനുള്ള ഓപ്ഷൻ കിട്ടുന്നത്. ആൻഡ് ദെൻ നമുക്ക് പനോരമിക് മോഡ്, അൾട്രാ HDയുടെ മോഡ് കിട്ടുന്നുണ്ട്. പിന്നെ സ്ലോ മോഷൻ, ടൈം ലാപ്സ്, സൂപ്പർ മൂൺ മോഡ് കിട്ടുന്നുണ്ട്. പിന്നെ പ്രോ മോഡ്, അതാണ് എക്സ്പേർട്ട് മോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നത്തിങ് ഫോണിലുള്ളത്. ആൻഡ് ദെൻ സ്പോർട്സ് മോഡ്, ഡുവൽ വ്യൂ എന്ന് വെച്ചാൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് അറ്റ് ദ സെയിം ടൈം റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. അത് നമുക്ക് മിസ്സിംഗ് ആണ് നമ്മുടെ നത്തിങ് ഫോൺ 2. ഇനി നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ക്യാമറ സാമ്പിൾസിട്ട് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പോർട്രേറ്റ് ഷോട്ട്സ് കമ്പയർ ചെയ്യാം. സോ Iqoo Neo 7 Pro, ഓക്കെ. നത്തിങ് ഫോൺ 2 അത്യാവശ്യം നല്ല രീതിയിൽ ക്രോപ്പ് ആവണമുണ്ട്, അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഉണ്ട് കുറച്ച് ഐക്യൂവിനെക്കാരും. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ നത്തിങ് ഫോൺ 2 ആണ് കുറച്ചും അടിപൊളിയായിട്ട് ചെയ്തേക്കണം. ആൻഡ് ആ ഫോണിന്റെ ഏരിയ നോക്കാം. ഓക്കെ, സോ നത്തിങ് ഫോൺ 2 സ്ലൈറ്റ് വിൻ കൊടുക്കാം. ആൻഡ് നെക്സ്റ്റ് ഒരു ഷോട്ട് ഇവിടെ ഇച്ചിരി ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട്. ആൻഡ് നത്തിങ് ഫോൺ 2 ഓക്കെ കൊള്ളാം. സോ പോർട്രേറ്റ് ഷോട്ട്സ് കുറച്ചും അടിപൊളിയായിട്ട് എടുത്തേക്കുന്നത് നത്തിങ് ഫോൺ 2 ഇത് നമ്മുടെ അൾട്രാ വൈഡ് ഷോട്ട് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് നമ്മുടെ നത്തിങ് ഫോൺ 2, ഓക്കെ. ആൻഡ് ഇതാണ് നമ്മുടെ Iqoo Neo 7 Pro. ഫസ്റ്റ് തിങ് Iqoo Neo 7 Pro എന്ന് വെച്ചാൽ 8 MB അൾട്രാ വൈഡ് ഉള്ളതാണെന്നുണ്ടോ, ഇവിടെ വെച്ച് ക്രോപ്പിംഗ് നിൽക്കുവാണ്. ഇത് 50 MB ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ ക്രോപ്പ് ആവുന്നുണ്ട്, അത്യാവശ്യം ഡീറ്റെയിലിംഗ് ഉണ്ട് ഇഫ് കമ്പയർ വിത്ത് ദ Iqoo Neo 7. നെക്സ്റ്റ് നമ്മുടെ Iqoo Neo 7 Pro ഷോട്ട് നമ്മുടെ നത്തിങ് ഫോൺ 2 സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് പറഞ്ഞാൽ നത്തിങ് ഫോൺ 2 ആണ്. നെക്സ്റ്റ് അനദർ ഷോട്ട്, ഈ ഒരു ഡീറ്റെയിലിംഗ് കുറച്ചുകൂടി ക്രിസ്പ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ലീവ്സ് നോക്കുവാണെങ്കിൽ ഓക്കെ. ആൻഡ് നത്തിങ് ഫോൺ 2 ഓക്കെ ആണ്. ഓക്കെ, അനദർ സിനാരിയോ. സോ ഓക്കെ, രണ്ടും കൊള്ളാം, പക്ഷെ വെൽ ഫോക്കസ്ഡ് അല്ല. രണ്ട് നോക്കിയാൽ അത്യാവശ്യം ഫോക്കസ്ഡ് അല്ല. ആൻഡ് ഇവിടെ നത്തിങ് ഫോൺ 2 ആണെങ്കിൽ പിന്നെ HD കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഫോക്കസ് ആയിട്ട് നത്തിങ് ഫോൺ 2 ആണ് സ്ലൈറ്റ്ലി ബെറ്റർ. നെക്സ്റ്റ് അനദർ സിനാരിയോ, നമുക്ക് ഈ താഴത്തെ ഏരിയാസ് നോക്കാം. കുറച്ചും കൂടെ ക്രോപ്പ് ആവുന്നുണ്ട്, നത്തിങ് ഫോൺ നല്ല രീതിയിൽ ഡീറ്റെയിലിംഗ് ആയിട്ട് ക്രോപ്പ് ആവുന്നുണ്ട്. ആൻഡ് അനദർ സിനാരിയോ, ഇവിടെ ആ സെയിം രീതിയിലുള്ള ഒബ്ജക്ട്സ്, സ്മോൾ ഒബ്ജക്ട്സ് ഫോക്കസ് ആണ് ഇച്ചിരി ഇഷ്യൂ ഉണ്ട് നമ്മുടെ Iqoo Neo 7 Proയിൽ. നത്തിങ് ഫോൺ 2 അവിടെ കല്ലനായിട്ട് എടുത്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല, പക്ക. അനദർ ഷോട്ട് കൊള്ളാം. ഓക്കെ, കുറച്ചും കൂടി ഇത് ക്രോപ്പ് ആവണത്, രണ്ടും കുറച്ചുകൂടെ ക്രോപ്പ് ആണ്. Iqoo Neoനേക്കാളും കുറച്ചുകൂടെ ക്രോപ്പ് ആണ് നത്തിങ് ഫോൺ 2 ആണ്. ഇത് മാക്രോ ഷോട്ട് ആണ്, അതിന്റെ ഉള്ളിലത്തെ വണ്ട് വരെ കിട്ടുന്നുണ്ട് ക്ലിയർ ആയിട്ട്. നെക്സ്റ്റ് ക്ലോസപ്പ് ഷോട്ട് ആണ് ഫോണിന്റെ തന്നെ, അത്യാവശ്യം ഉണ്ടോ എഡ്ജ് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ ഓക്കെ. രണ്ടും ഇവിടുത്തെ ഏരിയയിൽ നോക്കാം, ഉണ്ടോ പക്കയാണ്, ഈ ഏരിയ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ 50 MB മോഡിലെടുത്താണ് രണ്ടിന്റെയും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ Iqoo Neo 7 Proയുടെ ഏരിയ നോക്കാം, ഇവിടെ വരെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് നത്തിങ് ഫോൺ 2 നോക്കാം.
ഓക്കെ കണ്ടോ, നത്തിങ് ഫോണിൽ നല്ല ക്രിസ്പ് ആയിട്ടാണ് ഏരിയ, നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ. പിന്നെ കുറച്ചും കൂടെ ക്രോപ്പ് ആവുന്നുണ്ട് നത്തിങ് ഫോൺ 2. നെക്സ്റ്റ് നമ്മുടെ സെൽഫീസ് 32 MB വേഴ്സസ് 16 MB ആണ്. ആൻഡ് ഓക്കെ ഓക്കെ അത്യാവശ്യം രണ്ടിലും ഡീറ്റെയിലിംഗ് കുറച്ചും കൂടെ നല്ല രീതിയിൽ 32 MB നല്ല ഇത്രയും ക്രോപ്പ് ആവുന്നുണ്ട് നമ്മുടെ നത്തിങ് ഫോൺ 2. ആൻഡ് ഡീറ്റെയിലിംഗിൻ്റെ കാര്യം നോക്കിയാലും കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നിൽക്കുന്നത് നമ്മുടെ നത്തിങ് ഫോൺ 2 ആണ്. അതൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ വെച്ച് ഡീറ്റെയിലിംഗ് മിസ്സാണ്, പക്ഷേ ഇതിനകത്തുണ്ട് അത്യാവശ്യം നല്ല ക്രിസ്പാണ് ഡീറ്റെയിലിംഗ് ഉണ്ട്. സോ ഒബ്വിയസ്ലി 32 MB മേക്ക് സെൻസ്. ആൻഡ് കളേഴ്സിൻ്റെ കാര്യത്തിൽ ഇതിനകത്ത് കുറച്ചൊരു വൈറ്റനിങ് അങ്ങനെ സ്മൂത്തനിങ് ഉള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. എക്സ്ട്രാ കുറച്ച് സ്മൂത്തനിങ് ചെയ്യാനുള്ള ബൈ ഡീഫോൾട്ട് ആയിട്ട് തന്നെ ഒരു ലൈറ്റ് സ്മൂത്തനിങ് വരുന്നുണ്ട്. ബട്ട് ഇത് ഡീഫോൾട്ട് ആയിട്ട് പക്കാൻ നാച്ചുറൽ ആയിട്ടാണ് വരുന്നത് നമ്മുടെ നത്തിങ് ഫോൺ 2. സോ ഒബ്വിയസ്ലി എനിക്ക് ഫ്രണ്ട് ക്യാമറയും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട നത്തിങ് ഫോൺ 2 തന്നെയാണ്. നെക്സ്റ്റ് നമ്മുടെ ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോ സ്റ്റെബിലൈസേഷൻ ആണ്. ഇത് നമുക്ക് 1080p at 30 FPS Iqoo Neo 7 Pro പറ്റുള്ളൂ. പക്ഷേ ഇത് 1080p at 60 FPS പറ്റും. പിന്നെ കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ട് കിട്ടിയ ഔട്ട്പുട്ട് നത്തിങ് ഫോൺ 2 ഇത് കുറച്ച് ഷേക്ക് ഉണ്ട്, നോക്കിയാൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഷേക്ക് ഉണ്ട്. നെക്സ്റ്റ് നമ്മുടെ റിയർ ക്യാമറയുടെ സ്റ്റെബിലൈസേഷൻ ആണ്. എനിക്ക് Iqoo Neo 7 Pro ഉണ്ടല്ലോ അൾട്രാ സ്റ്റെബിലൈസേഷനും സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷനും എനിക്ക് കുറച്ചൊരു ഫോക്കസ് ഉണ്ടെങ്കിൽ ഫീൽ ചെയ്തു. Iqoo Neo 7 Pro എനിക്ക് തോന്നുന്നു അപ്ഡേഷനിൽ ശരിയാവേണ്ടതാണ്, കാരണം രണ്ടും അടിപൊളി മോഡാണ് യൂഷ്വലി വരാറുള്ളത്. നിങ്ങൾ ഈ ഏരിയ നോക്കിയോ കണ്ടോ. പക്ഷേ അത് നത്തിങ് ഫോൺ 2 ആ സ്ലെയിം ഏരിയ കണ്ടോ, ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൂ. പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഡിസ്പ്ലേസ് 1 ബില്യൺ കളർ റീപ്രൊഡക്ഷൻ ആയിട്ട് ഡിസ്പ്ലേസ് ആണ് രണ്ടുപേർക്ക് വരുന്നത്. അതും രണ്ടും HDR10+ സർട്ടിഫൈഡ് ആണ്. 1600 നിറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് ആണ് നമ്മുടെ നത്തിങ് ഫോൺ 2 നൽകുന്നത്. 1300 നിറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് ആണ് നമ്മുടെ Iqoo Neo 7 Pro നൽകുന്നത്. ബട്ട് ദ ഡിഫറൻസ് ഈസ് ഇതൊരു LTPO റീഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ. ദാറ്റ് മീൻസ് 1 Hz മുതൽ 120 Hz റീഫ്രഷ് റേറ്റ് സ്വിച്ച് ചെയ്യാൻ പറ്റിയ ഡിസ്പ്ലേ ആണ് നമ്മുടെ നത്തിങ് ഫോൺ 2 സോ കുറച്ചും കൂടെ സ്മൂത്ത്നെസ്സും അതുപോലെ തന്നെ കുറച്ചും കൂടെ ബാറ്ററി കൺസപ്ഷൻ കുറവായിരിക്കും. ഇതൊരു നോർമൽ ഡിസ്പ്ലേ ആണ് നമ്മുടെ Iqoo Neo 7 Pro വരുന്നത്. ഡിസ്പ്ലേ സെറ്റിംഗ്സ് ആണ് രണ്ടിന്റെയും, ഡിസ്പ്ലേ ബ്രൈറ്റ്നസ്. ആൻഡ് നമുക്ക് നോക്കിയാൽ അറിയാം കളേഴ്സിന് ഓപ്ഷൻ ഉണ്ട്. അത് ലൈവും സ്റ്റാൻഡേർഡ് ആണല്ലോ. പിന്നെ കളർ ടെമ്പറേച്ചർ വാമോ കൂളാക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെയുള്ളത്. ആൻഡ് ഇതിനകത്ത് സ്ക്രീൻ കളേഴ്സ് ബൈ ഡീഫോൾട്ട് സ്റ്റാൻഡേർഡ് ആയിരിക്കും. പക്ഷേ ബ്രൈറ്റ് ഇട്ട് കഴിഞ്ഞാണല്ലോ ഏറ്റവും വൈബ്രന്റ് ഔട്ട്പുട്ട് ബ്രൈറ്റിനായിരിക്കും. പിന്നെ നമുക്ക് ഓൾസോ പ്രോ മോഡും കൂടെ ഞങ്ങൾക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യാം ബ്രൈറ്റും ഇതിനകത്ത് കളേഴ്സ് ലൈവ് തന്നെയായിരിക്കും. ആൻഡ് ദെൻ എക്സ്ട്രാ നമുക്ക് ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ HDR ഡിസ്പ്ലേഡ് ഓപ്ഷൻ ഉണ്ട്. എനേബിൾ പീക്ക് ബ്രൈറ്റ്നസ് ഫോർ HDR കണ്ടി ഇതിങ്ങനെ ടേൺ ഓൺ ചെയ്യാം. ആൻഡ് മീൻ വല്ല നമുക്ക് ഇതിനകത്തുള്ളത് വിഷ്വൽ എൻഹാൻസ്മെന്റ് ഓപ്ഷനാണ്. കുറച്ചും കൂടെ കളർ വൈബ്രൻസിയും അതുപോലെ തന്നെ വിവിഡ്നെസ് കുറച്ചും കൂടെ കൂട്ടാനുള്ള ഓപ്ഷനാണ്. ഇത് ടേൺ ഓൺ ചെയ്ത് കുറച്ചും കൂടെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കിട്ടും. നെക്സ്റ്റ് നമുക്ക് ഓഡിയോ കമ്പയർ ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ സ്റ്റാർട്ട് ഫ്രം ദ Iqoo Neo 7 Pro. Okay, next നമ്മുടെ നത്തിങ് ഫോൺ 2. Iqoo Neo 7 Pro. നത്തിങ് ഫോൺ 2. ഓഡിയോ എക്സ്പീരിയൻസ് വെച്ചാൽ നത്തിങ് ഫോൺ 2 ഓഡിയോ കുറച്ചും കൂടെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരുന്നു. അത് മാത്രമല്ല ഇച്ചിരി ലൗഡർ ആയിരുന്നു. പിന്നെ ചെറിയ ബീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ കുറച്ചും കൂടെ പ്രൊമിനന്റ് ആയിട്ട് എടുത്ത് കാണിക്കേണ്ടത്. ദാറ്റ് മീൻസ് എസ്പെഷ്യലി ലോവർ ബേസ് അങ്ങനത്തെ ബീറ്റ്സ് കുറച്ചും കൂടെ എടുത്തറിയേണ്ടത്. സോ കുറച്ചും കൂടെ ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്ത് നമ്മുടെ നത്തിങ് ഫോൺ 2 എഫക്റ്റീവ്ലി ഒരു 5% ഡിഫറൻസ് ഉണ്ട് നമ്മുടെ ഓഡിയോ എക്സ്പീരിയൻസിൽ. ചെറിയ കൂടെ ബെറ്റർ നമ്മുടെ നത്തിങ് ഫോൺ 2 ആണ്. നോട്ട് എ ബിഗ് മാർജിൻ ബട്ട് സ്റ്റിൽ വിന്നർ വെച്ചാൽ നത്തിങ് ഫോൺ 2 ആണ്. നെക്സ്റ്റ് നമ്മുടെ പെർഫോമൻസ് രണ്ടും വരുന്നത് സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ആണ്. ആൻഡ് ദ ടോട്ടൽ ആൻഡ്രോയിഡ് സ്കോർസ് ഇത് 12 ലക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓൾമോസ്റ്റ് ക്ലോസ് ടു 10 ലക്ഷമാണ്. ഒരു എഫക്റ്റീവ്ലി 2 lakh ഡിഫറൻസ് വന്നിട്ടുണ്ട്. ആൻഡ് എവിടെ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി CPU as well as GPU. CPU 3,61,000 ആണെങ്കിൽ നമ്മുടെ നത്തിങ് ഫോൺ 2 ജസ്റ്റ് 2,59,000 ആണ്. അവിടെയാണ് ഒരു 1 ഡിഫറൻസ് വന്നത്. രണ്ടാമത്തെ ഡിഫറൻസ് GPU 4,38,000 ഇവിടെ GPU വന്നപ്പോൾ നമ്മുടെ നത്തിങ് ഫോൺ 2 3,72,000 ആണത്. പിന്നെ ഇത് ഞാൻ ഗെയിം മോഡിൽ ഇട്ടിട്ടാണ് റൺ ചെയ്തത്. ആൻഡ് ഇത് അൾട്രാ ഗെയിം മോഡ് വിത്ത് മോൺസ്റ്റർ മോഡ് ഇട്ടിട്ടാണ് രണ്ടും റൺ ചെയ്തിട്ട് കിട്ടിയ ഔട്ടാണ് ഇത് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ടൈപ്പ് നോക്കി കഴിഞ്ഞാൽ 2.1 ഡിഗ്രി സെൽഷ്യസ് ഇവിടെ 5 ഡിഗ്രി കൂടിയിട്ടുണ്ട്. ആൻഡ് ബാറ്ററി ഡ്രോപ്പ് 2% ഡ്രോപ്പായി, ഇവിടെ 4% ഡ്രോപ്പായി. ആൻഡ് നെക്സ്റ്റ് ഒരു സർപ്രൈസിങ് ഫാക്ടർ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇത് സ്റ്റോറേജ് ടെസ്റ്റിലാണ്. ഇവിടെ 55K Iqoo Neo 7 Proക്ക് സ്റ്റോറേജ് ടെസ്റ്റ് കിട്ടിയപ്പോൾ 78K ആണ് നമ്മുടെ നത്തിങ് ഫോൺ 2. ആൻഡ് എസ്പെഷ്യലി ആ ഒരു ബിഗ് മാർജിൻ കാരണം റാൻഡം ആക്സസ് സ്പീഡാണ്, റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് 24K ആണ് നമ്മുടെ Iqoo Neo 7 Proക്ക് കിട്ടിയപ്പോൾ 40K നമ്മുടെ നത്തിങ് ഫോൺ 2 കിട്ടിയിട്ടുണ്ട്. സോ എഫക്റ്റീവ്ലി പെർഫോമൻസിന്റെ കാര്യത്തിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ചില ഏരിയാസിൽ മൈനർ CPU ആൻഡ് GPU യുടെ ഇംപ്രൂവ്മെന്റ്, റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് നമ്മുടെ നത്തിങ് ഫോൺ 2 ഇംപ്രൂവ്മെന്റ് ഉണ്ട്.
ഓക്കെ, സോ എസ്പെഷ്യലി ഒരു ഹൈ എൻഡ് ഗെയിം, ദാറ്റ് മീൻസ് കോൾ ഓഫ് ഡ്യൂട്ടി, പബ്ജി ഒക്കെ മാക്സിമം സെറ്റിംഗ്സ് കളിക്കാവുന്നവർക്ക് രണ്ടും അടിപൊളിയായിട്ടുള്ളൊരു ഡിവൈസ് തന്നെയായിരിക്കും. നെക്സ്റ്റ് നമ്മുടെ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കാം. നത്തിങ് ഫോൺ 2 പക്ക ഒരു പ്രീമിയം ഡിവൈസ് തന്നെയാണ്. ബിക്കോസ് അലുമിനിയം ഫ്രെയിംസ് വരുന്നുണ്ട്, റിയർ ഗ്ലാസ്, അത് കർവ് ചെയ്ത ഗ്ലാസ് വരുന്നുണ്ട്, IP54 സ്പ്ലാഷ് ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നുണ്ട്. സോ ടോട്ടലി ഒരു പ്രീമിയം തന്നെ, കൈ പിടിക്കുമ്പോൾ നമുക്ക് പ്രീമിയംനെസ് കിട്ടുന്നുണ്ട്. ആൻഡ് ഓൺ അതർ ഹാൻഡ്സ് ഈ നമ്മുടെ iQOO Neo Sun Pro വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ഫ്രെയിം ആണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിയർലെസ് ഫ്ലെയിം എന്ന് വെച്ചാൽ ഈ ഓറഞ്ച് കളറിന് മാത്രം ലെതറും ഡാർക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു ബ്ലൂ കളർ ഉണ്ട്, ഒരു ഡാർക്ക് ബ്ലൂ കളർ, അത് AG ഗ്ലാസ് ആണ് ബാക്ക് ചെയ്തത്. സോ നിങ്ങൾക്ക് ഈ ലെതറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു റിലയബിലിറ്റിയിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഡാർക്ക് സ്റ്റോൺ എന്നുള്ള കളർ AG ഗ്ലാസുകൾ വെച്ചിട്ട് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കളർ തന്നെ കാരണം കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടുണ്ട്, പക്ഷേ ഇച്ചിരി കൂടെ തിക്നെസ് കൂടിയിട്ടുണ്ട്. മറ്റേതാണെങ്കിൽ ഡാർക്ക് സ്റ്റോൺ എന്നുള്ള ഗ്ലാസ് ബാക്ക് ആണെങ്കിൽ കുറച്ചും കൂടെ സ്ലിം ആയിട്ട് വരും, പക്ഷേ കുറച്ചും കൂടെ വെയിറ്റും കൂടും. സോ ഇറ്റ്സ് എ മാറ്റർ ഓഫ് പേഴ്സണൽ പ്രിഫറൻസ്. പിന്നെ IP54 റേറ്റിംഗ് അങ്ങനത്തെ റേറ്റിംഗ് ഒന്നും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നില്ല. ആൻഡ് സോ ബിൽഡ് ആൻഡ് ഡിസൈനിൽ ഞാനൊരു വിൻ കൊടുക്കുക നമ്മുടെ നത്തിങ് ഫോൺ 2-നായിരിക്കും. നെക്സ്റ്റ് നമ്മുടെ UI നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ഈ iQOO Neo Sun Pro ടൺസ് ഓഫ് ഫീച്ചേഴ്സ് ആണ്. എസ്പെഷ്യലി ഈ സ്മാർട്ട് ജസ്റ്റേഴ്സ്, അതേപോലെ തന്നെ സ്ക്രീൻ ഓഫ് ജസ്റ്റേഴ്സ്, അങ്ങനെ പറഞ്ഞ കുറേ ഫീച്ചേഴ്സ്, ഈസി ടച്ച്, അസിസ്റ്റീവ് ടച്ച് എന്നൊക്കെ പറഞ്ഞ് കുറേ ജസ്റ്റർ ഫീച്ചേഴ്സും അല്ലാണ്ടും ഫീച്ചേഴ്സ് കുത്തി നിറച്ചുള്ള UI ആണ് നമ്മുടെ ഫൺ ടച്ച് OS. എസ്പെഷ്യലി വിവോ ഡയലർ വരെ ബിൽറ്റ് ഇൻ ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് നത്തിങ് ഫോൺ 2 നോക്കുവാണെങ്കിൽ ഭയങ്കര മിനിമലൈസ്ഡ് ആയിട്ടുള്ള ജസ്റ്റ് ബേസിക് സെറ്റ് ഓഫ് ഫീച്ചേഴ്സ്. ഈവൻ നമുക്ക് ആപ്പ് ഹൈഡിങ് പോലും കിട്ടുന്നില്ല, ആപ്പ് ലോക്ക് ഉണ്ട്. സോ അങ്ങനെ ബേസിക് സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ UIയുടെ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഉണ്ടല്ലോ, ഏകദേശം നമ്മുടെ പഴയ ഒരു OnePlus ഒരു ത്രോ ബാക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എസ്പെഷ്യലി OnePlus 7, 70 ആ ഒരു സമയത്തുള്ള OnePlusന്റെ ഒരു ട്രാൻസിഷൻ സ്കിൽസ്, ആനിമേഷൻസ് അത്രയ്ക്ക് സ്നാപ്പി ആൻഡ് ഫ്ലൂയിഡിക് ആയിട്ടുള്ള ഒരു UI ആണ് വന്നത് നമ്മുടെ നത്തിങ് ഫോണിന്റെ UI വന്ന്. അത് മാത്രമല്ല ഇതിന്റെ കസ്റ്റമൈസേഷൻ, ഹൈ റേഞ്ച് ഓഫ് കസ്റ്റമൈസേഷൻ നമുക്ക് നൽകുന്ന ഒരു UI ആണ്. അതും വിഡ്ജറ്റ്സ്, ലോക്ക് സ്ക്രീൻ ആനിമേഷൻ. അതിപ്പോൾ ഞാൻ എൻ്റെ ലോക്ക് സ്ക്രീൻ ഇങ്ങനെ ഇരിക്കുകയാണ്, അതിന് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ ആ ഒരു ക്വിക്ക് സെറ്റിംഗ്സ് ആണ് ഇവിടുന്ന് തന്നെ ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ വരെ സെറ്റപ്പ് ചെയ്യാനുള്ളത്. ഒരു iOS റേഞ്ച് ഓഫ് കസ്റ്റമൈസേഷൻ രീതിയിൽ വരെ നമുക്കൊരു കസ്റ്റമൈസേഷൻ നൽകുന്നുണ്ട് നമ്മുടെ നത്തിങ് ഫോൺ 2. ഓക്കെ, സോ പേഴ്സണലി പിന്നെ അത് മാത്രമല്ല UIയുടെ അപ്ഡേറ്റ്സിന്റെ കാര്യത്തിനായാലും കുറച്ചും കൂടെ റിലയബിൾ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുന്ന iQOOനേക്കാളും കൂടുതൽ നത്തിങ് ഫോണിന് തന്നെയായിരിക്കും. കാരണം പിന്നെ മാത്രമല്ല അവർ യൂസേഴ്സിന്റെ ഫീഡ്ബാക്ക് കേട്ട് ഇംപ്രൂവ്മെന്റ്സ് നൽകുന്ന ഒരു UI ആണ്. സോ ഡെഫിനറ്റ്ലി UIയുടെ കാര്യത്തിൽ ഞാൻ ക്ലിയർ വിൻ നമ്മുടെ നത്തിങ് ഫോൺ 2-നായിരിക്കും കൊടുക്കുക. എല്ലാ 2 മാസം കൂടുമ്പോഴും സെക്യൂരിറ്റി അപ്ഡേറ്റ്സും 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും നത്തിങ് ക്ലെയിം ചെയ്യുന്നത്. സോ ദാറ്റ്സ് എ റിയലി ഗുഡ് തിങ്. നെക്സ്റ്റ് നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാനർ ആൻഡ് ഫേസ് റെക്കഗ്നിഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് iQOO Neo Sun Pro റാപ്പിഡ് ടച്ച്, ജസ്റ്റ് ടച്ച് ആണ് റാപ്പിഡ് ടച്ച്. 3, 2, 1 go. No, snappy. 3, 2, 1 go. Snappy. ഇനി ഫേസ് ലോക്ക് ആണ്, ലോക്ക്ഡ് ആണ്, അൺലോക്ക്. വൺസ് അഗൈൻ ലോക്ക്ഡ് ആണ്, അൺലോക്ക്. ഭയങ്കര സ്നാപ്പിയാണ്. ഇനി നമ്മുടെ നത്തിങ് ഫോൺ 2 അൺലോക്ക് ആണ്. ഇൻ 3, 2, 1 go. ഓക്കെ, സീംലെസ്. ഇൻ 3, 2, 1 go. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഫേസ് റെക്കഗ്നിഷൻ ലോക്ക്ഡ് ആണ്, നമ്മുടെ ഫേസ് റെക്കഗ്നിഷൻ ലോക്ക്ഡ് ആണ്, അൺലോക്ക്. റാപ്പിഡ് ഫാസ്റ്റ് ആണ്. വൺസ് അഗൈൻ ലോക്ക്ഡ് ആണ്, അൺലോക്ക്. ഉണ്ടോ പക്കയാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആൻഡ് ഫേസ് റെക്കഗ്നിഷൻ രണ്ടിലും. നെക്സ്റ്റ് നമ്മുടെ ബാറ്ററി ആൻഡ് ചാർജ് നോക്കുവാണെങ്കിൽ iQOO Neo Sun Pro എന്ന് വെച്ച് കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയും നത്തിങ് ഫോൺ 2 വരുന്ന വെച്ചാൽ 4700 mAh ബാറ്ററിയാണ്. ആൻഡ് ബോക്സിൽ 120W അഡാപ്റ്റർ വരുന്നുണ്ട് നമ്മുടെ iQOO Neo Sun Pro വേഴ്സസ് ബോക്സിൽ അഡാപ്റ്റർ ഒന്നും വരുന്നില്ല, 45W അഡാപ്റ്റർ നമ്മൾ സെപ്പറേറ്റ് മേടിക്കും. പക്ഷേ ദ നെക്സ്റ്റ് തിങ് ഈസ് വയർലെസ് ചാർജിങ് ആൻഡ് റിവേഴ്സ് വയർലെസ് ചാർജിങ്. 15W വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും, 5W റിവേഴ്സ് വയർലെസ് ചാർജിങ്. നിങ്ങൾ വാച്ചസ്, ബഡ്സ് ഒക്കെ ചാർജ് ചെയ്യാനുള്ള റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. സോ ഇറ്റ്സ് based on your personal preference. ഞാൻ പറയും വയർലെസ് ചാർജിങ്, റിവേഴ്സ് വയർലെസ് ചാർജിങ് ആണെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ ഗോ വിത്ത് നത്തിങ് ഫോൺ 2. അല്ല നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പ് അതുപോലെ ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ നിങ്ങൾക്ക് iQOO Neo Sun Pro ചൂസ് ചെയ്യാം. ഇറ്റ് മീൻസ് ലൈറ്റ്. സോ ഒബ്വിയസ്ലി ഗ്ലിഫ് ഇന്റർഫേസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എസ്പെഷ്യലി കുറച്ച് പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ലൈക്ക് നമുക്ക് ഗ്ലിഫ് ടൈമർ വെക്കാം. കാരണം ഇന്നൊരു 15 സെക്കൻഡ് ടൈമർ ഇതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും ഗ്ലിഫ് ടൈമർ. അതുപോലെ വോളിയം ഇൻഡിക്കേറ്റർ, വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ വോളിയം ഇൻഡിക്കേറ്റർ ഇങ്ങനെ കൂട്ടുകയും കുറയുകയും ചെയ്യും. എലോങ് വിത്ത് ദാറ്റ് നമുക്ക് ഗ്ലിഫ് പ്രോഗ്രസ്, അതായത് ചില സപ്പോർട്ട് ആപ്സിലേക്ക് യൂബർ, അതേപോലെ തന്നെ സൊമാറ്റോ, ചില ആപ്സിനകത്ത് എപ്പോൾ ഡെലിവറി വരും അതനുസരിച്ച് നമുക്കൊരു അനലൈസേഷൻ, നമ്മുടെ വിഷ്വൽ അനലൈസേഷൻ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ചാർജിങ് മീറ്റർ, ചാർജ് കൂടുകയും കുറയുകയും ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് അനലൈസ്. പിന്നെ ഗ്ലിഫ് കമ്പോസർ, ഈവൻ നമുക്ക് മാനുവൽ ആയിട്ട് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യും. പുതിയ ഗ്ലിഫ് ടോൺസ് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അവിടെ കുറേ ടോൺസിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അന്നേരം നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഗ്ലിഫ് കമ്പോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതനുസരിച്ച് ഉണ്ടാവും സെറ്റ്. നമുക്ക് പേഴ്സണലായിട്ട് കമ്പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഗ്ലിഫ്. iQOO Neo Sun Pro ചൂസ് ചെയ്യണോ നത്തിങ് ഫോൺ 2 ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ iQOO Neo Sun Pro തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന മണിക്ക് നമ്മൾ ഈ നത്തിങ് ഫോൺ 2 ജസ്റ്റിഫൈ എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് an എക്സ്ട്രാ മീറ്റ് ഞാൻ പറയുള്ളൂ. കാരണം എക്സ്ട്രാസ് നമ്മൾ കിട്ടുന്നത് വെച്ചാൽ ഫസ്റ്റ് ക്യാമറാസിൽ ലൈറ്റ് ഇംപ്രൂവ്മെന്റ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ഇച്ചിരി അടിപൊളി ഡിസ്പ്ലേ, ഇച്ചിരി അടിപൊളിയായിട്ടുള്ള ഒരു ഓഡിയോ എക്സ്പീരിയൻസ്, പിന്നെ വയർലെസ് ചാർജിങ്, റിവേഴ്സ് വയർലെസ് ചാർജിങ്, പിന്നെ ഒരു കിഡിലോസ്കി UI വിത്ത് മിനിമലൈസ്ഡ്. ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റർ ആണെങ്കിൽ ഒബ്വിയസ്ലി യു ക്യാൻ ഗോ വിത്ത് ദ നത്തിങ് ഫോൺ 2. എൽസ് യു ക്യാൻ പിക്ക്
the Iqoo Neo 7 Pro. So guys, that's it for today. Signing off, it's Phone Mania.